ഹലോ ഡേഡേസ്, നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നിഫ്റ്റി ഇന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ മാർക്കറ്റ് ക്ലോസ് ആകുന്നവരെ പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റും നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ ഇന്ന് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഏകദേശം 1% അടുത്ത് റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 50യിൽ നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ എല്ലാം തന്നെ ഓപ്ഷൻ പ്രീമിയം റൈസ് ചെയ്യുമെന്നുള്ള കാരണം കൊണ്ട് കോൾ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. M&Mന്റെ റിസൾട്ട് വരാനിരിക്കെ M&M റാലി തുടരുകയാണ്. എന്നാൽ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള മറ്റ് കമ്പനീസ് കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളായിട്ട് റാലിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഓട്ടോമൊബൈൽ സെക്ടറുള്ള കമ്പനീസ് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഐഷർ മോട്ടോഴ്സ്, TVS, ബജാജ് ഓട്ടോസ് എല്ലാം തന്നെ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് ഉണ്ടായിരുന്നത്. FMCG സ്റ്റോക്കുകളിലും സ്ലൈറ്റ്ലി സെല്ലിംഗ് പ്രഷർ കണ്ടു. ബ്രിട്ടാനിയ പോലെയുള്ള സ്റ്റോക്കുകൾ ടോപ്പ് ലൂസേഴ്സ് ആയിരുന്നു. സിപ്ല ഇന്നലത്തെ ദിവസത്തിന് മുമ്പിലുള്ള ദിവസത്തിൽ ശക്തമായ റാലി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് സിപ്ല വീണ്ടും ഫർദറായിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് കണ്ടു. ഏവിയേഷൻ സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇൻഡിഗോയും സ്പൈസ് ജെറ്റും എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് നടത്തി. കാനറ ബാങ്കിൻ്റെ എക്സ് സ്പ്ലിറ്റ് ഡേറ്റിന് അനുബന്ധിച്ച് ഇന്ന് സ്പൈക്ക് ചെയ്തു. BSE ലിസ്റ്റഡ് സ്റ്റോക്കുകൾ ഫർദറായിട്ട് ഇന്ന് 2 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ആഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഏകദേശം 4 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ആഡായിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 ലക്ഷം മാർക്കറ്റ് ക്യാപ്പാണ് വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 75% തിരികെ എത്തിയിട്ടുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത 21,800 എന്ന റേഞ്ചിൽ നിന്ന് 400-ലേറെ പോയിന്റ് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് എന്തുകൊണ്ട് കൺസോൾട്ടേഷൻ ആയി എന്ന് ചോദിച്ചാൽ എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്. US നിന്ന് ഇന്ന് പ്രധാന ഈവൻ്റ് ഉണ്ട്. US ഇൻഫ്ലേഷൻ ഡേറ്റ, പണപ്പെരുപ്പ നിരക്ക് ഇന്ന് വൈകിട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ സമയം വൈകിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാ മാർക്കറ്റുകളും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇനി ഇന്ത്യ വിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 13 ദിവസത്തെ സ്പൈക്കിന് ശേഷം ഇന്നലെയാണ് ഇന്ത്യ വിക്സ് 2% ഒരു ഫോൾ ഉണ്ടായത്. എന്നാൽ ഇന്ന് ഫർദറായിട്ട് ഇന്ത്യ വിക്സ് ഫോളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ വരെ ഇന്ത്യ വിക്സിൽ ഇലക്ഷൻ റിസൾട്ട് വരെ ഇന്ത്യ വിക്സിൽ വലിയ രീതിയിലുള്ള ഫോളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലോ ഗ്രാജ്വലി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. അപ്പോൾ 20-25 നിന്ന് 25-ലേക്കും 30-ലേക്കൊക്കെ ഇന്ത്യ വിക്സ് എത്തിച്ചേർന്നാലും അതിൽ വലിയ രീതിയിലൊന്നും സർപ്രൈസ് ആവേണ്ട കാര്യമില്ല. കാരണം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ 2019 ഇതേ ഇലക്ഷൻ സമയത്ത് ഇന്ത്യ വിക്സ് എല്ലാം തന്നെ 30-ലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഏറ്റവും ആദ്യം കാണാം ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച്. ആക്ച്വലി ഇന്ന് ഗ്യാപ്പ് അപ്പിലാണ് നിഫ്റ്റി ഓപ്പൺ ആയിട്ടുള്ളത്. 22,280 മുകളിൽ നിഫ്റ്റി പോയി. അതിനുശേഷം നിഫ്റ്റി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 137 പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി സപ്പോർട്ട് എടുത്തത് 22,160 അതിനുശേഷം നിഫ്റ്റി 22,240 പോയി. പിന്നീട് ഒരു കൺസോൾട്ടേഷനാണ് നിഫ്റ്റിയിൽ കണ്ടത്. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 17 പോയിന്റ് ഇടിഞ്ഞു. സെൻസെക്സ് 117 പോയിന്റും ബാങ്ക് നിഫ്റ്റി 172 പോയിന്റിൻ്റെ ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിവിയറായിട്ടുള്ള ഇടിവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ടുള്ള കൺസോൾട്ടേഷനാണ് നിഫ്റ്റിയിൽ കണ്ടത്. കോൾ ഇന്ത്യ, സിപ്ല, BPCL, എയർടെൽ, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസ് 1.25 മുതൽ 4.5% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഐഷർ മോട്ടോഴ്സ്, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 2% വരെയുള്ള ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ബിറ്റ്കോയിൻ 62,500 700 പോയിന്റ് സ്പൈക്കായി. ബ്രന്റ് ഓയിൽ അതിന് താഴെയുള്ളത് ഗോൾഡാണ്. $11 ഉയർന്ന് $2,369 പെർ ബാരൽ. ബ്രന്റ് ഓയിൽ $82 പെർ ഗോൾഡ്, $2,369 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 82.53 പെർ ബാരൽ. ഓസ്ട്രേലിയ ഗ്രീനിൽ അടച്ചു, ചൈന റെഡിൽ അടച്ചു, കൊറിയ, ജപ്പാൻ ഗ്രീനിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. ഇന്ത്യ വിക്സ് കാണാം. അതിന് താഴെയുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റ് തന്നെയാണ് ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റി സ്പോട്ട് ഉള്ളത് 22,200 സപ്പോർട്ട് സോൺ 22,000, റെസിസ്റ്റൻസ് സോൺ 22,500. PCR 0.74 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ PCR ഉള്ളത്.
നമുക്കിനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നോക്കാം. ഈ ആഴ്ചകളിലായിട്ട് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതേ 2 കോഴ്സുകളും ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ വരാൻ പറ്റുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് പഠിക്കാം, അതല്ലാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. രണ്ടിനും വളരെ കുറഞ്ഞ ഫീസാണുള്ളത്. രണ്ടിനും 6 മാസത്തെ സപ്പോർട്ട് സമയമുണ്ട് സംശയങ്ങൾക്ക് വേണ്ടിയിട്ട്. ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് വരാണെങ്കിൽ HPL ഇലക്ട്രിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് ഉയർത്തി. റാനെ ഹോൾഡിംഗ് കമ്പനി 18 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി 31 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നു. മുകുന്ദ് ലിമിറ്റഡ് കമ്പനി 125 കോടി രൂപ ലോസിൽ നിന്ന് 29 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നു. തിരുമലൈ കെമിക്കൽ കമ്പനി 12 നിന്ന് 20 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കീസ്റ്റോൺ റിയാലിറ്റി കമ്പനി 76 നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. ജ്യോതി ലാബ് 59 നിന്ന് 78 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗ്രാനുൾസ് ഇന്ത്യ 120 നിന്ന് 130 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി 9 നിന്ന് 20 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. പവർ PFC കമ്പനി 3490 കോടി രൂപയിൽ നിന്ന് 4130 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. KDDL കമ്പനി 16 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 4 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐഡിയ ഫോർജ് ടെക് കമ്പനി 5 കോടി രൂപ ലോസിൽ നിന്ന് 11 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. സാഗർ സിമന്റ് കമ്പനി 90 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. 70 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സൊമാറ്റോ കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, സൊമാറ്റോ കമ്പനീനെ ന്യൂവാമ എന്ന് പറയുന്ന ഒരു റിസർച്ച് അനലിസ്റ്റിംഗ് സ്ഥാപനം ഇവരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പേടിഎം മോർഗൻ സ്റ്റാൻലി ഇൻഡെക്സിൽ നിന്ന് പേടിഎം പുറത്തായി. അതുകൊണ്ട് തന്നെ $70 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ കമ്പനിയിൽ നിന്ന് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് ഫോൾ ആയിട്ടുണ്ട്. സിസിലോൺ എനർജി ഈ മോർഗൻ സ്റ്റാൻലി ഈ ഒരു ഇൻഡെക്സിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുവഴി ഏകദേശം $14 മില്യൺ ഫണ്ട് ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വിമാർട്ട് 15% റവന്യൂ ഗ്രോത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു. സൈമൻസ് കമ്പനിയുടെ ടാർഗറ്റ് ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഉയർത്തി എന്നുള്ളതുകൊണ്ടാണ് സൈമൻസ് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നമ്മളുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഡിവിഡൻഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ FIIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലെ ക്യാഷ് മാർക്കറ്റിൽ IPO ഡീറ്റെയിൽസ് അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ട്രേഡ് വടി എന്ന് പറയുന്ന നമ്മളുടെ ട്രേഡിംഗ് ഡിവിഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.